ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം ആക്സിലേറ്റർ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലോട്ടറി അടിച്ചിട്ടുണ്ട്. അപ്പം ലോട്ടറി എത്രയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ലോട്ടറി കൊണ്ടുപോയി മാറണം. ഈ ലോട്ടറി അടിച്ചെന്നൊരു ഇൻഫർമേഷൻ കിട്ടി. 1 കോടി വല്ലതും ആയിരിക്കുമോടാ? 1 കോടി വല്ലതും ആയിരിക്കുമോ? 1 കോടിയാണെന്നുണ്ടെങ്കിൽ 86 മോഡൽ വണ്ടിയാണ്. അതിൻ്റെ എന്താണ്ട് ചെറിയ വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ എൻജിൻ സൈഡുമായിട്ട് വ്യത്യാസമുണ്ട്. മറ്റേ നമ്മുടെ സ്ട്രൈഡ് എഞ്ചിനാണ് ഇത്. എനിക്ക് തോന്നുന്നു ഇത് ഇസൂസ് വന്നു തോന്നുന്നു. കറക്റ്റ് എനിക്ക് അറിയാൻ വയ്യ. ആണ്ട് വണ്ടിയുടെ അകം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ പിന്നെ വില്ലീസ് അല്ലല്ലേ? ചുമ്മാ എഴുതി വെച്ച് ഇത് എനിക്കും കണ്ടിട്ട് എനിക്ക് വില്ലീസ് മോഡൽ പണിയിരിക്കും. ഞാൻ വില്ലീസില്ല എന്ന് നിങ്ങളെ കയ്യാളിൻ്റെ അടുത്ത് പറയുമ്പോൾ പുള്ളിക്കാരൻ പറയാം വില്ലീസാണെന്ന്. ഇത് വില്ലീസല്ല, ഇത് നമ്മുടെ ജീപ്പല്ലേ. ഇത് നമ്മുടെ സാധാ ജീപ്പ് കൺവേർട്ട് ചെയ്ത് വില്ലീസാക്കി ഇരിക്കുന്നതാണ്. അതെന്തൊക്കെയാലും കൊള്ളാം. നൗഷ എന്ന് പറയുന്ന പ്രോഡേ അല്ലേ? ഓക്കെ. അപ്പോൾ വെറും 1800 കിലോമീറ്റർ. ഒന്ന് ചോദിക്കണം നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്പിക്കുട്ടൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അമ്പിക്കുട്ടൻ്റെ ബെൽറ്റ് ചെറുതായിട്ട് ലൂസായിട്ടുണ്ട്. അപ്പം ഒരു സൗണ്ട് ഉണ്ട്, കീ എന്ന് പറയുന്ന സൗണ്ട് ഉണ്ട്. ലൂസായി കിടക്കുകയാണോ ബെൽറ്റ്? ഇതാണ് നമ്മുടെ മേശ്ശേരിയുടെ കയ്യാൾ. പേര് പറഞ്ഞോ? എൻ്റെ പേര് അനിയാണ് നമ്മുടെ വണ്ടിയുടെ. ബെൽറ്റ് ലൂസുണ്ടല്ലേ? ബെൽറ്റ് ലൂസുണ്ടോ? പുതിയ ബെൽറ്റ് വാങ്ങിച്ചിട്ടേ ലൂസായിട്ട് കിടന്ന് ഓടിക്കഴിഞ്ഞാൽ ബെൽറ്റ് തേയുമില്ലേ? അപ്പോൾ അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വണ്ടിയുടെ ഇലക്ട്രിക്കലിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. വണ്ടിയുടെ വൈപ്പർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ആണ്ട് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബ്രോ. മേശ്ശേരി ഇല്ലെങ്കിൽ നമ്മളെ വണ്ടിയുടെ അത്യാവശ്യ പണികളും കാര്യങ്ങളും എല്ലാം. അതേതാ വില്ലീസ്? എന്തുവാ കിടക്കുന്ന വില്ലീസല്ലേ കിടക്കുന്ന? ബ്രോ വില്ലീസല്ലേ? അപ്പോൾ അതൊന്ന് നോക്കട്ടെ. സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് കീ എന്ന് പറയുന്ന ചെറിയൊരു സൗണ്ട് ഉണ്ട്. നമ്മുടെ സജുമേശ്വരി എവിടെ പോയി? വണ്ടിയുടെ സാധനം. സജുമേശ്വരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തരം വണ്ടികളും ചെയ്യുന്ന ഒരു മെക്കാനിക്കാണ്. സജുമേശ്വരി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഏറ്റവും പുതിയ വണ്ടികളും അതേപോലെ തന്നെ പഴയ ഈ പറയുന്നത് പോലെ വണ്ടികളും. മുറിക്കുക നീ സൗണ്ട് കേൾക്കുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ആക്സിലേറ്റർ കൊടുത്തേ. ഇപ്പോൾ മാറി. വെരി ഗുഡ് ബോയ്. അതേതാ വില്ലീസ്? ഏതാ? ഓഫ് ചെയ്യാ വണ്ടി? ഓഫ് ചെയ്യും. വണ്ടി ഏതാ? വണ്ടി ഏതാ? ജീപ്പ് വില്ലീസ് അല്ലല്ലേ? വില്ലീസാണോ? അതെന്തോ പണിയായിട്ട് വന്നാ? ഏതാ? ജാമായി പോയില്ലേ? ആണ്ട് ഇതും അതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഉള്ള ഒരു അംബാസഡർ. ഇത് നമ്മൾ അപ്പോൾസ്റ്ററി മോനെ എന്താ പിന്നെ ഏതാ? ഓഫ് ചെയ്യടാ വണ്ടി, ഓഫ് ചെയ്യടാ. ഏതാ? 86 വണ്ടി ഇല്ലേ? അത് നമ്മുടെ അപ്പോൾസ്റ്ററി എണ്ണൻ്റെ അല്ലേ? എന്തോ വണ്ണൻ്റെ പേരെന്തോ? ബാബു അണ്ണൻ്റെ. ബാബു അണ്ണനെ നമുക്ക് അറിയാവുന്നതാണ്. ഈ വണ്ടിയുടെ പോസ്റ്റ് ഞാൻ ഒരു ദിവസം നമ്മുടെ പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് എത്ര? 86 അല്ലേ? ആണ്ട് 86 മോഡൽ വണ്ടിയാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. ഇതെന്താ പണിയായിട്ട് വന്നേ? 86 മോഡൽ വണ്ടിയാണ്. അതിൻ്റെ എന്താണ്ട് ചെറിയ വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ എൻജിൻ സൈഡുമായിട്ട് വ്യത്യാസമുണ്ട്. മറ്റേ നമ്മുടെ സ്ട്രൈഡ് എഞ്ചിനാണ് ഇത്. എനിക്ക് തോന്നുന്നു ഇത് ഇസൂസ് വന്നു തോന്നുന്നു. കറക്റ്റ് എനിക്ക് അറിയാൻ വയ്യ. ആണ്ട് വണ്ടിയുടെ അകം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ പിന്നെ പെയിൻറ്റിങ്ങും പ്ലേറ്റിങ്ങും ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ അനിയൻ്റെ കടയുടെ തന്നെ ഓപ്പോസിറ്റുള്ളതാണ്. ഇത് 86 എന്നല്ലേ പറഞ്ഞത്? 86 മോഡൽ വണ്ടിയാണ്. നമ്മുടെ വണ്ടിയുടെ ഈ വണ്ടി ഞാൻ ഓടിച്ചു നോക്കിയിട്ടുള്ളതാണ്. അപ്പം ഇത് അത്യാവശ്യം പണിഞ്ഞങ്ങോട്ട് ഇറക്കിയതേ ഉള്ളൂ, പെയിൻ്റ് അടിച്ചേ ഉള്ളൂ. ഭയങ്കര മോശം അവസ്ഥയിൽ കിടന്നതാണ്. എന്നാലും പാച്ച് വർക്കും കാര്യങ്ങളും എല്ലാം ഈ വണ്ടിക്കുണ്ട്. ഈ പറയുന്നത് പോലെ പ്ലാറ്റ്ഫോമിലൊക്കെ അത്യാവശ്യം തുരുമ്പൊക്കെ വന്നിട്ടുണ്ട്. അണ്ണാ ഇത് എൻ്റെ അടുത്ത് എടുത്തോളാൻ പറഞ്ഞതാണ്. ഞാൻ പിന്നെ അത്യാവശ്യം നല്ല പണിയുണ്ടായതുകൊണ്ട് അന്ന് നമ്മൾ പിന്നെ കൈ വയ്ക്കാത്തതാണ്. പക്ഷേ അണ്ണ ഇപ്പോൾ അത്യാവശ്യം പെയിൻ്റൊക്കെ ചെയ്ത് അത്യാവശ്യം കുട്ടപ്പനാക്കി ഇട്ടിരിക്കുക. എന്നാലും നമ്മളെ വണ്ടിയുടെ ആ ഒരു പെയിൻറ്റിങ്ങും പാച്ച് വർക്കും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അല്ലേ? ഇനിയിപ്പം സർവീസും കാര്യങ്ങളും എല്ലാം ചെയ്യണം. അപ്പോൾ ഇതെന്താ വന്നതെന്നോ? അപ്പോൾ നമ്മുടെ സാരംഗി മോട്ടോർ വർക്ക്സ് എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പാണ്. നമ്മുടെ വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതാണക്കത്തെ പുതിയ വണ്ടികളും പഴയ വണ്ടികളും എല്ലാത്തരം വർക്കുകളും എടുക്കും. മേശ്ശേരി എവിടെ പോയതാ? ഇപ്പോൾ ഒന്നും വരുന്നില്ലേ? ഏതാ? മേശ്ശേരിയുടെ വണ്ടിക്ക് പണിയായ? നിങ്ങൾക്കാകുമ്പോഴത്തേക്ക് പണിയുന്നതിന് മണിക്കൂലിയൊന്നും കൊടുക്കണ്ടല്ലേ? എത്ര രൂപയായത്? എത്ര രൂപയായി? ഗൂഗിൾ പേ അല്ലേ ഉള്ളു? എന്നാലും പറ, റേറ്റ് പറ. എന്തുവാ മറ്റേ ആ വണ്ടിയുടെ പണി? എന്തുവാ അംബാസിഡറിൻ്റെ ടെസ്റ്റ് വർക്കാ? അപ്പോൾ ഇനിയും ഇത് പ്ലേറ്റൊക്കെ ചെയ്യുന്നുണ്ടോ വണ്ടി? ഏതാ?
പ്ലേറ്റ് ചെയ്തിട്ടുണ്ടോ ഒന്നാണോ ഇത്? പ്ലേറ്റ് ചെയ്താ? ഫുള്ള് പ്ലേറ്റ് ചെയ്തില്ല. ഏത് മേളിലും താഴെയായിട്ട് ചെയ്താ? ഇതെവിടെ പ്ലേറ്റിങ് നല്ല രീതിയിൽ ചെയ്യുന്ന എവിടെ ഉണ്ട്? നമ്മുടെ പ്ലേറ്റിങ് എവിടെ ഉണ്ട് ചെയ്യുന്ന? അത് പള്ളുമുക്കിൽ വണ്ടി എല്ലാം കൊണ്ടുവന്ന് ചെയ്യുമല്ലേ? നമ്മുടെ മേശ്ശേരിയുടെ നമ്പറല്ലേ ഈ മേളിൽ എഴുതിയിട്ടിരിക്കുന്ന? അതാ വന്നല്ലേ മേശ്ശേരി. മേശ്ശേരി എന്താ ഉണ്ട് പൂജപ്പായിട്ടൊക്കെ എവിടെ പോയിരുന്നു? നമ്മുടെ സജു മേശ്ശേരിയാണ് നമ്മളെ വണ്ടിയുടെ മെൻറ്റർ, നമ്മുടെ പണികളെല്ലാം ചെയ്യുന്ന. സജു മേശ്ശേരിയുടെ വണ്ടിക്ക് എന്താ പറ്റി? മേശ്ശേരി വണ്ടിക്ക് എന്താ പറ്റി? നമ്മുടെ വണ്ടിക്ക് നമ്മളെ ബാബുണ്ണൻ്റെ വണ്ടി എന്തോ പരിപാടി? 86 മോഡൽ ടെസ്റ്റ് അല്ലേ? ഇത് ചെറുതായിട്ടൊരു വണ്ടിയുടെ ബെൽറ്റിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, അപ്പോൾ മുറുക്കി തന്നു നിങ്ങളെ. ഇത് നിങ്ങളെ നമ്പറല്ലേ? നമ്മളെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ നിങ്ങളെ? വിളിച്ചിട്ടുണ്ടില്ലേ? അല്ല, പാതിരാത്രി കിടന്ന് വിളിക്കുന്ന ഉപയോഗം ഉണ്ടായിട്ടുണ്ടോ എന്ന്? ബുദ്ധിമുട്ടായത് ഇല്ല. ഓക്കെ, വേറൊന്നുമല്ല. മേശ്ശേരി എടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മേശ്ശേരി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാതരം വണ്ടികളുടെയും പണി അടിപൊളിയായിട്ട് ചെയ്യും. അതേപോലെ തന്നെ വിൻറ്റേജ് വണ്ടികൾ നിങ്ങളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് അടിപൊളിയായിട്ട് തന്നെ വർക്കും കാര്യങ്ങൾ ചെയ്യും. മേശ്ശേരിയുടെ നമ്പർ ഞാൻ ഒന്ന് പറയാം: 98 95 366 604. അതാണ് വണ്ടിയുടെ നമ്പർ. മേശ്ശേരി പിന്നെ ഇതിൻ്റെ നമ്മുടെ ഉണ്ടല്ലോ വൈപ്പർ വർക്ക് ചെയ്യുന്നില്ല. അവിടെ ഇലക്ട്രീഷ്യൻ അവിടെ ഉണ്ടോ? എടാ അവിടെയൊക്കെ ഇലക്ട്രീഷ്യൻ ഉണ്ടെങ്കിൽ ഒന്ന് വിളിയടാ. അതിൻ്റെ വൈപ്പർ വർക്ക് ചെയ്യുന്നില്ല. ഏതാ ഈ വണ്ടി? ടോട്ടലാ? ഈ ജീപ്പാ? അയ്യോ, കേട്ടിട്ട് ആരെ? ഇത് എവിടെ? നമ്മളിവിടെ ഉള്ള ആളുടെ വണ്ടിയാണോ? നൗഷാദിൻ്റെ. പുള്ളിയെടുത്ത് ഒന്ന് ചോദിക്കണം, ഒരു റിവ്യൂ വരുമോ നമ്മുടെ ചാനലിനെ? നിങ്ങൾ ചോദിച്ചാൽ മതി, നമ്മുടെ നമ്പറില്ലല്ലേ. വെറും 1800 കിലോമീറ്റർ. സത്യം, ആരെങ്കിലും വിശ്വസിക്കൂ? അല്ല, ഇത് 1800 എന്ന് പറഞ്ഞാൽ ഇത് ഏത് മോഡല്? ഏതാ? 2018. ഇത് വില്ലീസ് അല്ലേ? വില്ലീസ് അല്ലേ? ചുമ്മാ എഴുതി വെച്ച്. ഇത് എനിക്കും കണ്ടിട്ട് എനിക്ക് വില്ലീസ് മോഡൽ പണിയിരിക്കും. ഞാൻ വില്ലീസില്ല എന്ന് നിങ്ങളെ കയ്യാളിൻ്റെ അടുത്ത് പറയുമ്പോൾ പുള്ളിക്കാരൻ പറയാം വില്ലീസാണെന്ന്. ഇത് വില്ലീസല്ലേ? ഇത് നമ്മുടെ ജീപ്പല്ലേ? ഇത് നമ്മുടെ സാധാ ജീപ്പ് കൺവേർട്ട് ചെയ്ത് വില്ലീസാക്കി ഇരിക്കുന്നതാണ്. അതെന്തൊക്കെയാലും കൊള്ളാം. നൗഷാദ് എന്ന് പറയുന്ന പ്രോഡേ അല്ലേ? ഓക്കെ, അപ്പോൾ വെറും 1800 കിലോമീറ്റർ. ഒന്ന് ചോദിക്കണം, നമുക്കൊരു റിവ്യൂ ഒന്ന്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിളിക്കാം. അപ്പോൾ എന്താ വില്ലീസിൻ്റെ അതേ മോഡലാണ് പണിഞ്ഞു വെച്ചിരിക്കുന്നല്ലേ? കമ്പനിയുടെ അല്ലേ? പോയിട്ടില്ലല്ലേ? അതാണ്ട് ആ ഷോക്കിന്റെ തന്നെ ആ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല. ഇതെല്ലാം ഫുള്ള് പുത്തൻ വണ്ടിയാ. അപ്പോൾ ഇത് വെറും 1800. അത് പുള്ളി വണ്ടി ഓടിക്കാതെ എന്ത് കേട്ടിട്ടിരുന്നതല്ലേ? ഒരു കമ്പം. അപ്പോൾ വണ്ടി ഭ്രാന്തനാ. അപ്പോൾ ഉറപ്പായിട്ട് എനിക്കൊന്ന് കാണണമല്ലോ. ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് തരണം. വണ്ടി പണി വരുമ്പോഴത്തേക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് എന്നെ ഒന്ന് വിളിക്കൂ. അപ്പോൾ എന്താ ഇത് വില്ലീസ് മോഡൽ. ഞാൻ ഇത് അവിടെ ഇരുന്നിട്ട് ഞാൻ കണ്ടിട്ട് ഞാൻ വില്ലീസ് അല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവൻ പറഞ്ഞു വില്ലീസാടാ. ഇപ്പം മനസ്സിലായാടാ? നിനക്ക് എന്താ അറിയാടാ വണ്ടിയെക്കുറിച്ച്? ഷോയ്ക്ക് എഴുതി വയ്ക്കുന്ന സത്യം. അല്ലെങ്കിൽ ഇത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് ജീപ്പാന്ന് പറഞ്ഞു, മഹേന്ദ്രയുടെ ജീപ്പ് വണ്ടിയാന്ന് പറഞ്ഞു. പുള്ളി ചുമ്മാ ഒരു പ്രാന്തിന്റെ പുറത്ത് ചെയ്തിട്ടിരുന്നതാണോ? പുള്ളി എന്തോ ഗൾഫുകാരനാണോ? എന്തൊക്കെയാലും വണ്ടി നല്ല അടിപൊളിയായിട്ടുണ്ട്. വണ്ടി നല്ല സൂപ്പർ ലുക്ക്. പഞ്ചാബ് വണ്ടിയാണ് കിടപ്പുണ്ട് ഇതിന്റെ ഓണറുടെ കയ്യിൽ. ബലൂൺ ടയറൊക്കെ കയറ്റി. പക്ഷെ പഞ്ചാബ് ആയതിന്റെ പേര് ഇവിടെ ഓടിക്കുമ്പോഴത്തേക്ക് പോലീസുകാരുടെ ശല്യം കാരണം കൂട്ടുകാരെ കൊണ്ട് ഒരു തട്ട് തട്ടി പിന്നെ പണിഞ്ഞിട്ട് അവസാനം വയൽ തുടങ്ങി ഞാൻ തന്നെ എടുത്തോളാം. അങ്ങനെ പുള്ളി എടുത്തില്ലേ? അപ്പോൾ എന്തായാലും ഈ വണ്ടി എടുക്കാൻ വരുമ്പോഴത്തേക്ക് ഞാൻ ഇതേപോലെ വന്നതെന്ന് പറഞ്ഞേക്കണേ മേശ്ശേരി. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബറാന്ന് ചുമ്മാ തള്ളിക്കോ. അപ്പോൾ വണ്ടി നല്ല അടിപൊളിയായിട്ട് പണിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ പണിഞ്ഞിട്ടുണ്ട്. വണ്ടി കാണാൻ നല്ല ലുക്കാണ്. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് കൊണ്ടാണ്. പുറത്ത് ഇറക്കിയിട്ട് നമുക്ക് പുള്ളിക്കാരനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്നത് പോലെ വണ്ടി ഒന്ന് ചെയ്യാം. കറക്റ്റ് ആ ഒരു വില്ലീസ് സ്റ്റൈലിൽ തന്നെ വണ്ടി അടിപൊളിയായിട്ട് പണിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഇരുട്ടത്ത് കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും വെട്ടം കിട്ടത്തില്ല. കാല് ചെറുതായിട്ട് നടന്നു തുടങ്ങി. എന്തായാലും നമുക്ക് ആ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. ബെൽറ്റ് അത് ക്രമേണ ലൂസാവൂല്ലേ? പുതിയ ഇടുമ്പോഴത്തേക്ക് ഒരു സീറ്റിംഗ് ആകുമ്പോൾ ഒന്നുകൂടെ ടൈറ്റ് ചെയ്യണം. പിന്നെ കുറേ കാലം അങ്ങനെ
അങ്ങനെ തന്നെ കിടക്കൂല്ലേ? ഏതാ? നാളെ കൊണ്ടുവരാനാ? അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വണ്ടി ന്യൂട്രലല്ലേ? ഞാൻ നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കീ ഓണാക്കി ഇട്ടിട്ട് ഇറങ്ങരുത്. കീ ഓണാക്കി ഇട്ടിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് പോവും. അന്ന് ഇൻഡിക്കേറ്റർ രാത്രി ഇട്ടിട്ട് പൊക്കളഞ്ഞ്. ന്യൂട്രലല്ലേ വണ്ടി? ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം ആക്സിലേറ്റർ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സൗണ്ടില്ല. നേരത്തെ അത്യാവശ്യം നല്ല രീതിയിൽ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റേത് നമുക്ക് ആ വണ്ടിയുടെ വില്ലീസിൻ്റെ പാർട്ടിയെ വിളിച്ചിട്ട് നമുക്ക് ഈ പറയുന്നത് പോലെ ആ വണ്ടിയുടെ വർക്കും കാര്യങ്ങളും എല്ലാം നോക്കാം. അപ്പോൾ മറക്കണ്ട, നമ്മുടെ സാരംഗി വർക്ക്ഷോപ്പ്. അണ്ണാ എത്രയാണ്? ഞാൻ ഗൂഗിൾ പേ ചെയ്തിട്ട് തരാം. എത്രയാണ്? ഓക്കെ, അപ്പോൾ ഞാൻ ഗൂഗിൾ പേ ഇട്ടേക്കാം. പോട്ടെ എന്നാ, ഞാൻ നാളെ ഇങ്ങോട്ട് വരാം. നമുക്ക് ആ വണ്ടിയുടെ ഇതൊന്ന് സെറ്റ് ചെയ്ത് തരണേ, വില്ലീസിൻ്റെ റിവ്യൂ. അപ്പം നിങ്ങളുടെ കയ്യിലും ഇതേപോലെ വിൻറ്റേജ് ടൈപ്പ് വണ്ടികളുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി റിവ്യൂ നമ്മുടെ മറ്റുള്ള പ്രേക്ഷകരും നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കാം. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാം അല്ലേ? അപ്പോൾ ഇതാ നടന്നൊക്കെ തുടങ്ങി. ചെറുതായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ ഒരുപാട് പേരുടെ നമ്മുടെ കൂട്ടുകാരുടെ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് നടക്കാൻ പറ്റിയത്. അപ്പം വേറൊന്നുമല്ല, നമ്മുടെ ടൈമിംഗ് ബെൽറ്റ് മാറ്റി കഴിഞ്ഞാൽ കുറച്ച് ഓടി കഴിയുമ്പോഴത്തേക്ക് വണ്ടിക്കകത്ത് ഈ പറയുന്ന പോലെ ചെറിയൊരു സൗണ്ടും കാര്യങ്ങളും എല്ലാം വരും. അത് ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ആ ഒരു സൗണ്ടും കാര്യങ്ങളും എല്ലാം പിന്നെ സൗണ്ടും കാര്യങ്ങളും എല്ലാം മാറും. അത് മാറാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഇട്ട് ഓടിക്കഴിഞ്ഞാൽ ബെൽറ്റിന് കുറേ തേയ്മാനവും കാര്യങ്ങളും വരും. ബെൽറ്റ് പിന്നെ പെട്ടെന്ന് മാറേണ്ടി വരും. നമുക്ക് ഈ ബെൽറ്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഇതിൻ്റെ സ്പെയർ പാർട്സ് അവൈലബിളും അല്ല. സ്പെയർ പാർട്സ് കിട്ടുന്നതിലും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ബെൽറ്റ് ഈ പറയുന്ന പോലെ നമ്മുടെ ആക്സിലേറ്റർ കൊടുക്കുമ്പോഴത്തേക്ക് കീ എന്ന് പറഞ്ഞ് ഈ പറയുന്നത് പോലെ ഒരു സൗണ്ട് കേട്ട് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു കറക്റ്റായിട്ട് കൊണ്ടുവന്നത്. ഇപ്പം നമ്മുടെ വണ്ടി പെർഫെക്റ്റ് ആയില്ലടാ? ഇപ്പം കുഴപ്പമില്ലല്ലേ? അപ്പം നിങ്ങളുടെ കെയർ ഓഫിൽ ഏതെങ്കിലും വണ്ടികളോ കാര്യങ്ങളോ റിവ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ പിന്നെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക. ഇപ്പം നമ്മുടെ വണ്ടി ഇതാ ഇപ്പോൾ അടിപൊളി കണ്ടീഷനായി. ഈ പറയുന്നത് പോലെ നമ്മുടെ പിന്നെ സ്റ്റീരിയോ ഒക്കെ വളരെ ലാഭത്തിന് തന്നെ നമ്മുടെ അനിയനെ കൊണ്ട് വെപ്പിച്ചതാണ്. അനിയൻ നമ്മുടെ ഇവിടെ കൊല്ലത്ത് തന്നെ ഏറ്റവും വലിയൊരു ഹോൾസെയിൽ ഡീലറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് വണ്ടിയിൽ സ്റ്റീരിയോയും അതേപോലെ തന്നെ അതാ ഈ മാറ്റ് കാര്യങ്ങൾ ഇതെല്ലാം ഹോൾസെയിൽ പ്രൈസിൽ തന്നെ ചെയ്ത് കിട്ടാൻ നമ്മൾ അനിയനെ സമീപിക്കുക. അനിയൻ്റെ കടയെന്ന് പറയുന്നത് അതാണ്ട് ഏതോ ഒരു അംബാസിഡർ ഉണ്ട്. ഇതുകൊണ്ട് KL024 അത് കുറച്ച് എനിക്കൊന്ന് Mark 2 ആയിരിക്കും. അപ്പം എൻ്റെ അനിയൻ്റെ കടയെന്ന് പറഞ്ഞാൽ ഇതാണ് മാർവൽ കാർ ആക്സസറീസ്. മാർവൽ കാർ ആക്സസറീസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് വണ്ടിയുടെ സീറ്റ് കവറ് അതേപോലെ തന്നെ എല്ലാ വർക്കുകളും ഹോൾസെയിൽ പ്രൈസിൽ ചെയ്യും. അതേപോലെ തന്നെ ഫിറ്റിംഗ് ചാർജോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അനിയനെ വിളിച്ചാൽ മതി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇല്ലേ? വേറൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ഈ വണ്ടിയുടെ ഒരു വിശേഷം പറയാം. വേറൊന്നുമില്ല, ഈ സൗണ്ട് ഉണ്ടാകുന്ന ചിലവർക്ക് അറിഞ്ഞുകൂടാ, ടൈമിംഗ് ബെൽറ്റിൻ്റെ അല്ല എന്ന് അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് മുറിക്കാതെ മതി. അതേപോലെ തന്നെ സജു മേശ്ശേരി, ഇവിടെ കൊല്ലത്ത് തന്നെ പേര് കേട്ട ഒരു മേശ്ശേരിയാണ്. അപ്പോൾ മേശ്ശേരി എടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയതും പഴയതുമായിട്ടുള്ള വണ്ടികളെല്ലാം റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ, നമ്മളെ കഴുത്തിറക്കുന്ന റേറ്റൊന്നുമല്ല, കുറഞ്ഞ ലേബർ ചാർജിൽ തന്നെ ചെയ്തു തരും. പിന്നെ പുള്ളിയുടെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി നമ്മളുമായിട്ട് നല്ല കമ്പനിയാണ്. പുള്ളി നമ്മുടെ സ്വന്തം വണ്ടി പോലെ തന്നെ നമ്മളെ വണ്ടിയും കണ്ട് നമുക്കതിൻ്റെ വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തു തരുന്ന ഒരു വ്യക്തിയാണ് സജു മേശ്ശേരി. അപ്പോൾ നിങ്ങൾക്ക് സജു മേശ്ശേരിയെ വണ്ടി ഇപ്പോൾ യൂസ്ഡ് കാറൊക്കെ നിങ്ങൾ എടുക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജു മേശ്ശേരിയെ വിളിച്ചു കഴിഞ്ഞാൽ സജു മേശ്ശേരി തന്നെ വന്ന് യൂസ്ഡ് കാറെല്ലാം നിങ്ങൾക്ക് നോക്കിയെടുത്തും കാര്യങ്ങളൊക്കെ എടുത്തു തരും. അപ്പോൾ നമ്മുടെ വണ്ടി എവിടെ വീണ് കഴിഞ്ഞാലും, കുറച്ച് ദൂരെയൊക്കെ വീണ് കഴിഞ്ഞാൽ സജു മേശ്ശേരി വന്ന് നോക്കി തന്നെ നമുക്ക് വണ്ടി കൊണ്ടുവന്ന് തരും. അപ്പോൾ വീട്ടിൻ്റെ അടുത്തുണ്ടായതുകൊണ്ട് എൻ്റെ വണ്ടിയുടെ ഒരു ഡോക്ടർ എപ്പോഴും എൻ്റെ വീട്ടിൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് എനിക്ക് അത് ഭയങ്കര വലിയൊരു അനുഗ്രഹമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ദൂരെയൊക്കെ ഒരാളാണെന്നുണ്ടെങ്കിൽ, ഒരു മേശ്ശേരിയൊക്കെയാണ് ദൂരെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഏതാ ബായിയുടെ വീഡിയോ, ബായി ഇവിടെ നിന്ന് പോയടാ. ഇവിടെ ബാഗ് വയ്ക്കുന്ന ഒരു ബായിയുടെ വീഡിയോ എടുത്തായിരുന്നു. അത് ഉടനെ വരുന്നുണ്ട്. എനിക്ക് ഹിന്ദി അറിഞ്ഞുകൂടാത്ത എൻ്റെ പാട് എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ബാഗില്ല റോഡ് അരികിൽ ബാഗ് ഇട്ട് വെക്കുന്നതിൻ്റെ കാര്യമോ ചോദിച്ചാൽ. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോഴത്തേക്കിനി ഞങ്ങൾ കൊല്ലത്തോട്ട് പോവുകയാണ്. ഇന്നൊരു സർപ്രൈസ് ഉണ്ട്. കാര്യം വേറെ ഒന്നുമല്ല, അതാണ്ട് ലോട്ടറി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ലോട്ടറി എത്രയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ലോട്ടറി കൊണ്ടുപോയി ഒന്ന് മാറണം. ഈ ലോട്ടറി അടിച്ചെന്നൊരു ഇൻഫർമേഷൻ കിട്ടി. 1 കോടി വല്ലതും ആയിരിക്കുമോടാ? 1 കോടി വല്ലതും ആയിരിക്കുമോ?
1 കോടിയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ തിരക്കി വന്നേനല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു 10 മിനിറ്റത്തെ ഒരു വീഡിയോ. അപ്പോൾ ടൈമിംഗ് ബെൽറ്റ് ഇതേപോലെ സൗണ്ട് കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ടൈമിംഗ് ബെൽറ്റിന്റെ ലൂസ് ആയതുകൊണ്ടായിരുന്നു. അപ്പോൾ ടൈമിംഗ് ബെൽറ്റ് ഇതിന്റെ ഇടയ്ക്ക് മാറ്റിയതേ ഉള്ളൂ. ഇതങ്ങ് പാരിപ്പള്ളി പോയി വാങ്ങിച്ചത്. ഇവിടെ കൊല്ലത്തെ സ്പെയർ പാർട്സ് കടയിൽ ഒന്നും ഇല്ലായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പെയർ പാർട്സ് ആണെങ്കിൽ സ്പെയർ പാർട്സ് കടക്കാർ നല്ല വില കൂട്ടിയാണ് വാങ്ങിക്കുന്നത്. അതായത് പണ്ട് 50 രൂപ ഉള്ള സാധനം ഇപ്പോൾ 500 രൂപ കൊടുത്തു കഴിഞ്ഞാലൊക്കെയാണ് ചില കടയിൽ നിന്ന് വിൽക്കുന്നത്, ഡിമാൻഡ് ഉണ്ടായതുകൊണ്ട്. പിന്നെ കോയമ്പത്തൂർ പോയി കഴിഞ്ഞാൽ എല്ലാവിധ സ്പെയർ പാർട്സുകളും നമുക്ക് കിട്ടും. നമുക്ക് ശക്തിവേൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടയറൊക്കെ എടുത്ത നമ്മുടെ ഒരു ചേട്ടനുണ്ട്, പുള്ളി എടുത്ത്. പിന്നെ അത്രയും സമയം താമസിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ പാരിപ്പള്ളി പോയി എടുത്ത. പിന്നെ ഓച്ചിറ ഉണ്ട്. പിന്നെ കൊല്ലത്തും അത്യാവശ്യമുള്ള ഷോറൂമുകളിലുണ്ട്. ചിലയിടത്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. കോയമ്പത്തൂർ പിന്നെ സുലഭമായിട്ട് എല്ലാ കടകളിലും, കോയമ്പത്തൂരുള്ള മിക്ക സ്പെയർ പാർട്സ് കടകളിലും ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും അവൈലബിൾ ആണ്. അപ്പം ടൈമിംഗ് ബെൽറ്റ് സൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മുറുക്കിയിട്ട് തന്നെ വണ്ടി ഓടുക. ഓടിയില്ല എന്നുണ്ടെങ്കിൽ ടൈമിംഗ് ബെൽറ്റ് തേഞ്ഞ് പിന്നെ ഈ പറയുന്നത് പോലെ എഞ്ചിനുമായിട്ടുള്ള പിടുത്തവും കുറയും. പിന്നെ സ്റ്റാർട്ടിങ് ട്രബിളും കാര്യങ്ങളും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ഇവനെ ഒരു ബൈ പറഞ്ഞോടാ.